Good evening to all. Calicut University 6th sem Bcom ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇതൊരു പുതിയ ചാപ്റ്ററാണ് രജിസ്ട്രേഷൻ. ഓക്കെ, അതായത് നമ്മുടെ ഈ GST രജിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് രജിസ്ട്രേഷൻ എന്ന് നോക്കാം. Registration means obtaining a unique identification code from the tax authority governed by such a tax regime. A supplier who carries on any business at any place in India and whose total aggregated turnover exceeds a minimum limit in a financial year is liable to get registered under GST Act within 30 days from becoming liable to pay tax. അതായത് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ടാക്സ് അതോറിറ്റിയിൽ നിന്നും ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു സപ്ലയർ അത് ഇന്ത്യയിൽ എവിടെ ബിസിനസ് നടത്തുകയാണെങ്കിലും എ സപ്ലയർ ഹു ക്യാരീസ് ഓൺ എനി ബിസിനസ് അറ്റ് എനി പ്ലേസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഒരു സപ്ലയർ എവിടെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് നടത്തുന്നത്, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ്സ് മിനിമം ലിമിറ്റിന് ഫിനാൻഷ്യൽ ഇയർ. മിനിമം ലിമിറ്റ് എന്ന് പറയുമ്പോൾ 40 lakhs അതുപോലെ തന്നെ ചില സ്പെഷ്യൽ ഏരിയാസിൽ 20 lakhs 10 lakhs ആണ്. ഓക്കെ, അപ്പോൾ അതിൽ കൂടിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത് സപ്ലയർ. ഓക്കെ, അപ്പോൾ ഈ സപ്ലയർ ഹു ക്യാരീസ് ഓൺ എനി ബിസിനസ് അറ്റ് എനി പ്ലേസ് ഇൻ ഇന്ത്യ ആൻഡ് ഹൂസ് ടോട്ടൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ്സ് എ മിനിമം ലിമിറ്റ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഈ 40 ലക്ഷത്തിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയറിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ liable to get registered under GST Act within 30 days from becoming liable to pay tax. ടാക്സ് അടയ്ക്കുന്നതിന് 30 ദിവസം മുന്നേ തന്നെ, മുന്നേ അല്ല 30 ദിവസത്തിൻ്റെ ഉള്ളിൽ, ബിക്കമിങ് 30 days ഫ്രം 30 ദിവസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം GST എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ, രജിസ്ട്രേഷൻ മീൻസ് ഒബ്റ്റെയിനിങ് എ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഫ്രം ദ ടാക്സ് അതോറിറ്റി ഗവേൺഡ് ബൈ സച്ച് ടാക്സ് റെജീം. എ സപ്ലയർ ഹു ക്യാരീസ് ഓൺ എനി ബിസിനസ് അറ്റ് എനി പ്ലേസ് ഇൻ ഇന്ത്യ ആൻഡ് ഹൂസ് ടോട്ടൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ്സ് എ മിനിമം ലിമിറ്റ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ഈസ് ലയബിൾ ടു ഗെറ്റ് രജിസ്റ്റേർഡ് അണ്ടർ GST ആക്ട് വിത്തിൻ 30 days ഫ്രം becoming liable to pay tax. ഓക്കെ, ഇനി അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. വിത്തൗട്ട് എ വാലിഡ് രജിസ്ട്രേഷൻ എ സപ്ലയർ ക്യാൻ നെയ്തർ കളക്ട് ടാക്സ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈഡ് നോ അഡ്ജസ്റ്റ് എനി ഇൻകം ടാക്സ് ക്രെഡിറ്റ്. അതായത് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മുകളിൽ അദ്ദേഹത്തിന് ടാക്സ് കളക്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സിൽ അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല സപ്ലയർക്ക്. അതാണ് വാലിഡ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള ഒരു ലിമിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ബെനിഫിറ്റ്സ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് GST ആക്ട്. അതായത് ഒരു സപ്ലയർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ലീഗൽ റെക്കഗ്നൈസേഷൻ ആസ് എ സപ്ലയർ. അതായത് നിയമപരമായിട്ട് അദ്ദേഹം എന്തായി, ഒരു സപ്ലയറായി. ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ, ഒന്നൊക്കെ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു നിയമപരമായിട്ടുള്ള ഒരു സപ്ലയർ എന്നുള്ള ഒരു ഇത് അയാൾക്ക് കിട്ടിയതാണ് ലീഗൽ റെക്കഗ്നൈസേഷൻ ആസ് എ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നതാണ് ലീഗലി എലിജിബിൾ ടു ടാക്സ് കളക്ട് ടാക്സ് ഫ്രം പേഴ്സൺ ടു ഹൂം ദി സപ്ലൈ ഈസ് മെയ്ഡ്. അതായത് ലീഗലി അദ്ദേഹം എലിജിബിൾ ആയി. എന്തിനാണ് എലിജിബിൾ ആയത്, ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലീഗലി എലിജിബിൾ ടു കളക്ട് ടാക്സ് ഫ്രം പേഴ്സൺസ്. ഓക്കെ, മൂന്നാമത് പറയുന്നതാണ് ലീഗൽ കമ്പൽഷൻ ടു കീപ്പ് റിക്വയർഡ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ്. അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ലീഗൽ കമ്പൽഷൻ ടു കീപ്പ് റിക്വയർഡ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് റെക്കോർഡ്സ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് പെയ്ഡ്. പിന്നെ ഹെൽപ്ഫുൾ ടു ഗെയിൻ കസ്റ്റമർ ട്രസ്റ്റ്. കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യിക്കാനൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ അവർക്കൊരു ട്രസ്റ്റ് കൂടും. പിന്നെ എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവൺമെൻറ് ബിഡ്സ് കോൺട്രാക്ട്സ്. ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്ട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എലിജിബിളായി ആര് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ എലിജിബിൾ ടു അവൈൽ ബെനിഫിറ്റ്സ് ആൻഡ് പ്രിവിലേജ് ആൻഡ് GST ആക്ട് ആൻഡ് അതർ ലോസ്. ഓക്കെ, അപ്പോൾ ഒരു 4-5 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പേഴ്സൺ നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. അതായത്
ആരൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടാത്തത്? അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ലിമിറ്റ് 40 ലക്ഷം, ചില സ്പെഷ്യൽ ഏരിയാസിൽ 20 ലാക്കും 10 ലാക്കുമാണ്. ഇതിൽ കൂടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും ആ സപ്ലയർ എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം GSTയിൽ. ഓക്കെ, ഇത് 40 ലക്ഷത്തിൽ കൂടുതലുണ്ട് എന്നിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടാത്ത ആൾക്കാരാണ് പേഴ്സൺ നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 ലക്ഷത്തിനേക്കാളും കൂടുതലാണ് എന്നിട്ടും അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ദ പേഴ്സൺ നോട്ട് ലയബിൾ ടു ടാക്സ് ഓർ ഹോളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ ദി ഇൻറ്റിഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് ടാക്സ് അടയ്ക്കേണ്ടാത്ത ആൾക്കാർ, അതായത് നോട്ട് ലയബിൾ ടു ടാക്സ് അടയ്ക്കാത്ത ആൾക്കാരുണ്ടാവില്ല, ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരല്ലാത്ത ആൾക്കാർ, നോട്ട് ലയബിൾ ടു ടാക്സ് ഓർ ഹോളി എക്സെപ്റ്റ് ഫ്രം ടാക്സിൽ നിന്നോ ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നും മുഴുവനായിട്ടും എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതാണ് ദ പേഴ്സൺ നോട്ട് ലയബിൾ ടു ടാക്സ് ഓർ ഹോളി എക്സെപ്റ്റ് ഫ്രം ടാക്സ്. ഇപ്പോൾ ഫസ്റ്റത്തെ കേസ്. പിന്നെ രണ്ടാമത് പറയുന്നതാണ് ആൻ അഗ്രികൾച്ചറിസ്റ്റ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് സപ്ലൈ ഓഫ് പ്രൊഡ്യൂസ് ഔട്ട് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമിയിൽ അദ്ദേഹം തന്നെ കൃഷി ചെയ്തിട്ട് അദ്ദേഹത്തിന് 40 ലക്ഷത്തിൽ കൂടുതൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്ന് കരുതി ഒരാൾ മറ്റാരുടെയൊക്കെയോ പറമ്പിലൊക്കെ പോയി കൃഷി ചെയ്ത് 40 ലക്ഷം കൂടുതൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം അടയ്ക്കണം. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം പറമ്പിൽ അദ്ദേഹം 40 ലക്ഷം രൂപയ്ക്ക് അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഉണ്ടാകുന്ന തരത്തിൽ കൃഷി നടത്തി കഴിഞ്ഞാൽ, ഓക്കെ, കൃഷി നടത്തി കഴിഞ്ഞ് കിട്ടുന്ന വരുമാനത്തിന്മേൽ എന്തടക്കേണ്ട, രജിസ്ട്രേഷൻ ചെയ്യേണ്ടെന്ന് പറയുന്നത്. അതാണ് ആൻ അഗ്രികൾച്ചറിസ്റ്റ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് സപ്ലൈ ഓഫ് പ്രൊഡ്യൂസ് ഔട്ട് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. ഓക്കെ, പിന്നെ മൂന്നാമത് പറയുന്നതാണ് ദ ഗവൺമെൻറ് മേ ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി കൗൺസിൽ ബൈ നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ ദ കാറ്റഗറി ഓഫ് പേഴ്സൺ ഹു മേ എക്സംപ്റ്റ് ഫ്രം ഒബ്റ്റെയിനിങ് രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട്. അതായത് കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയെന്ന് അതിൽ സ്പെസിഫൈ ചെയ്യണ ഒരു കാറ്റഗറി ഓഫ് പേഴ്സൺസിന് ഇവർ എന്തടക്കേണ്ട ആവശ്യമില്ല, ഇവർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർക്ക് പറയുമ്പോൾ 40 ലക്ഷത്തിൽ കൂടുതൽ എന്തുണ്ടായിരിക്കും, അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടായിരിക്കും. പക്ഷേ ഗവൺമെൻറ് നമ്മുടെ കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു. അപ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്ത്, ഈ കാറ്റഗറി ഓഫ് പേഴ്സൺ ഹൂ മേ ബി എക്സംപ്റ്റ് ഫ്രം ഒബ്റ്റെയിനിങ് രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട്. ഓക്കെ, ഇപ്പോൾ 3 പറയുന്നത് പേഴ്സൺ നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ, ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ. ടൈപ്പ് ഓഫ് രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് 3 അതിൽ ഫസ്റ്റത്തത്, അതിൽ 3 ഒന്നാണ് വോളണ്ടറി രജിസ്ട്രേഷൻ, പിന്നെ സൊമാറ്റോ രജിസ്ട്രേഷൻ ആൻഡ് ഡീംഡ് രജിസ്ട്രേഷൻ. ഓക്കെ, ഇതിന് മുന്നേ ഉള്ളതാണ് ഒന്ന് മാൻഡേറ്ററി രജിസ്ട്രേഷൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമോ എന്നറിയില്ല, വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി വെൻ ദി അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് എ സപ്ലർ എക്സീഡ്സ് ദ ത്രസ്ഹോൾഡ് ലിമിറ്റ്. അതായത് ത്രസ്ഹോൾഡ് ലിമിറ്റിനേക്കാളും കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. കമ്പൽസറി രജിസ്ട്രേഷനാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, മാൻഡേറ്ററി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റിൽ അത് പറഞ്ഞിട്ടില്ല കേട്ടോ മാൻഡേറ്ററി രജിസ്ട്രേഷൻ്റെ കാര്യം, എന്നാലും മേ ബി വന്നേക്കാം. ഓക്കെ, ടെക്സ്റ്റിൽ പറഞ്ഞുള്ളത് ഫസ്റ്റ് വോളണ്ടറി രജിസ്ട്രേഷനാണ്. വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്യുക. അതായത് ഇവർക്ക് നമ്മൾ പറഞ്ഞു അഗ്രിഗേറ്റ് ടേൺ ഓവർ ലിമിറ്റിനേക്കാൾ, ത്രസ്ഹോൾഡ് ലിമിറ്റിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അത് മാൻഡേറ്ററി, നിർബന്ധമായിട്ടും ചെയ്യണം. എന്നാൽ വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത് ചെയ്യണം, കാരണം ഇവർക്ക് 40 ലക്ഷത്തിൽ കുറവായിരിക്കാം എന്ത് പറഞ്ഞത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. എന്നാലും ഇവരെന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെനിഫിറ്റ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, ആ പറഞ്ഞതൊക്കെ ഇവർക്ക് കിട്ടും. ഇത് നിർബന്ധമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, എവറി ബിസിനസ് ഹാസ് ഫ്രീഡം ടു ഒപ്റ്റ് വോളണ്ടറി രജിസ്ട്രേഷൻ അണ്ടർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ത്രസ്ഹോൾഡ് ലിമിറ്റ്. All the provision of the GST Act applicable to a registered taxable person will similarly apply to such a voluntarily registered person too. Small businesses having turnover below the threshold limit of rupees 40 lakh or 20 lakh or
10 lakh may also voluntarily opt to register under GST Act. അതായത് ഈ സ്മോൾ ബിസിനസ്സിനൊക്കെ ഈ ത്രെഷോൾഡ് ലിമിറ്റിനേക്കാളും കുറവായിരിക്കും അവരുടെ എന്ത് പറയുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നൊക്കെ പറയുന്നത്. 40 ലക്ഷത്തിനേക്കാളും 20 ലക്ഷത്തിനേക്കാളും 10 ലക്ഷത്തിനേക്കാളൊക്കെ കുറവായിരിക്കും. എന്നാലും ഇവരെന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് all the provision of the GST Act applicable to a registered taxable person will similarly apply to such a voluntary register. അതായത് നമ്മുടെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് കിട്ടുന്ന അതേ ബെനിഫിറ്റ്സ് തന്നെ ഈ വോളണ്ടറി ആയിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കും കിട്ടും. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 25 സബ്സെക്ഷൻ 3 അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അതിൻ്റെ വോളണ്ടറി രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഹെൽപ്സ് ടു അട്രാക്ട് ട്രസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലീഗൽ റൈറ്റ് ടു കളക്ട് ടാക്സ് ആൻഡ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്, ടാക്സ് കളക്ട് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള റൈറ്റും അവർക്ക് കിട്ടും. പിന്നെ വോളണ്ടറിലി രജിസ്റ്റേർഡ് ഫേം ക്യാൻ എൻജോയ് ബെനിഫിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ഇൻവാർഡ് സപ്ലൈസ്, ഈസി ടു മേക്ക് ഇൻട്രസ്റ്റഡ് സെയിൽസ്, ഓപ്പർച്യൂണിറ്റി ഫോർ ബിസിനസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഒരു വോളണ്ടറി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആ രജിസ്റ്റേർഡ് പേഴ്സണ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നതാണ് സുമോട്ടോ രജിസ്ട്രേഷൻ. അതായത് ഒരു വ്യക്തി ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ലിമിറ്റിനേക്കാളും, അതായത് 40 ലക്ഷത്തിനേക്കാളും 20 ലക്ഷത്തിനേക്കാളും 10 ലക്ഷത്തിനേക്കാളും ഒക്കെ അദ്ദേഹത്തിന് എന്തുണ്ട്, അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ട്, ത്രെഷോൾഡ് ലിമിറ്റിനേക്കാളും കൂടുതലുണ്ട്. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, രജിസ്റ്റർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, നമ്മുടെ ഓഫീസർ തന്നെ നേരിട്ട് വന്നിട്ട് GST അടപ്പിക്കും, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. അതിനെയാണ് സുമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇൻ കണക്ഷൻ വിത്ത് എനി സർവേ, ഇൻസ്പെക്ഷൻ ഓർ എൻക്വയറി അണ്ടർ ദി ആക്ട്, ദ പ്രോപ്പർ ഓഫീസർ ഫൈൻഡ് ദാറ്റ് എ പേഴ്സൺ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദി ആക്ട് ഹാസ് ഫെയിൽഡ് ടു ഡു. അതായത് സർവേയോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ എൻക്വയറിയോ എന്തോ ഒന്ന് നടന്നപ്പോൾ ഓഫീസർ കണ്ടുപിടിച്ചു എന്ത്, ഈ വ്യക്തി രജിസ്റ്റർ ചെയ്യാൻ എന്താണ്, ലയബിൾ ആണ്, പക്ഷെ അദ്ദേഹം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ഇൻ കണക്ഷൻ വിത്ത് എനി സർവേ, ഇൻസ്പെക്ഷൻ ഓർ എൻക്വയറി അണ്ടർ ദി ആക്ട്, ദ പ്രോപ്പർ ഓഫീസർ ഫൈൻഡ് ദാറ്റ് എ പേഴ്സൺ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദി ആക്ട് ഹാസ് ഫെയിൽഡ് ടു ഡു സോ. Such officer may issue registration to said person on a temporary basis and issue an order in form GST registration 12. The registration under this section shall be effective from the date of such order granting registration. The person to whom a temporary registration has been granted shall submit an application for registration within a period of 90 days from the date of temporary registration. അങ്ങനെ അയാൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇയാൾ ടാക്സ് രജിസ്റ്റർ ചെയ്യാൻ ലയബിളാണ്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഓഫീസർ എന്ത് ചെയ്യും, ഇയാളോട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ടെമ്പററി ബേസിസിൽ രജിസ്ട്രേഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. ടെമ്പററി രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിത്തിൻ എ പീരിയഡ് ഓഫ് 90 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് ടെമ്പററി രജിസ്ട്രേഷൻ. ഓക്കെ, അതാണ് സൊമാറ്റോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡീംഡ് രജിസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ ദി ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഓർ ദി യുണീക്യൂ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അണ്ടർ ദി സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഓർ ദി യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് ഷാൽ ബി ഡീംഡ് ടു ബി ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ യുണീക്യൂ ഐഡൻറ്റിറ്റി നമ്പർ അണ്ടർ ദിസ് ആക്ട് സബ്ജക്ട് ടു ദ കണ്ടീഷൻ ഓഫ് ദി ആക്ട്. Application for registration or the unique identity number has not been rejected under this act within the time specified in subsection 10 of section 25. അതായത് ഒരു വ്യക്തി തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തന്നെ SGSTക്കും അതുപോലെ തന്നെ UTGSTക്കും ഒക്കെ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം, ഈ പറഞ്ഞ രണ്ടിലേക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതായത് അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമല്ലോ, UTGST ആണെങ്കിലും SGST ആണെങ്കിലും. അപ്പോൾ ഏതിൻ്റെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ രണ്ടിലേക്കും, ഇനിയിപ്പോൾ UTGST ആണെങ്കിലും STGST ആണെങ്കിലും IGST കുറേ STകളൊക്കെ ഉണ്ടല്ലോ, ഇത് എല്ലാത്തിനും ടാക്സ് അടയ്ക്കാൻ ഒരൊറ്റ സിംഗിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ മതി. അതാണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഷോർട്ട് നോട്ട് ഞാൻ
ഐ തിങ്ക് അതായിരിക്കും നല്ലത്. ഈ ടെക്സ്റ്റിലുള്ളതൊന്നും തലയും വായില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചേക്കാം. ഞാൻ എന്തായാലും ഒരു PDF കിട്ടുകയാണെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അതിലാകുമ്പോൾ കറക്റ്റ് നോട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഡീമിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ടു പേ. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് UTGST ആണെങ്കിലും SGST ആണെങ്കിലും ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ, അതാണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സൺ നമ്മുടെ ആ ഒരു പ്രോപ്പർ ഓഫീസർക്ക് ഇൻഫോർമേഷൻ കൊടുക്കണം. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ആൻഡ് എ പേഴ്സൺ ടു ഹൂം എ യുണീക്യൂ ഐഡൻറ്റിറ്റി നമ്പർ ഹാസ് ബീൻ അസൈൻഡ് ഷാൾ ഇൻഫോം ദി proper officer of any changes in the information furnished at the time of registration or subsequent thereto in such form and manner and within such period as may be prescribed. അതിനെയാണ് എന്ത് പറയുന്നത്? അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. The proper officer may, on the basis of information furnished under subsection 1 or as ascertained by him, approve or rejected amendments in the registration particulars in such a manner and അതായത് അപ്പോൾ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഓഫീസർ അതെന്ത് ചെയ്യും? അപ്രൂവ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ആ അമെൻമെൻറ്റ് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ കേസിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ക്യാൻസലേഷൻ ഓർ സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ. അതായത് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക. രജിസ്റ്റേർഡ് പേഴ്സണ് അതുപോലെ തന്നെ ലീഗൽ ഓഫീസർ, പ്രോപ്പർ ഓഫീസർക്ക്, അതുപോലെ തന്നെ ലീഗൽ ഹയേഴ്സിനൊക്കെയാണ് നമ്മുടെ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ദ പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ ദി രജിസ്ട്രേഷൻ either on his own motion or on application of filled by the registered person or legal heirs of deceased person in the following circumstance. അതായത് രജിസ്റ്റേർഡ് പേഴ്സണ്, അതുപോലെ തന്നെ പ്രോപ്പർ ഓഫീസർക്ക്, പിന്നെ ലീഗൽ ഹയേഴ്സിന്, അതായത് എൻ്റെ മക്കൾക്കോ അങ്ങനെ എൻ്റെ റിലേറ്റീവ്സിന് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ കഴിയും. അതിന് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്? ആ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്. എന്ത് പറഞ്ഞ കുറച്ച് സിറ്റുവേഷനാണ്. ഇൻ കേസ് ഓഫ് ഡിസ്കണ്ടിന്യൂഷൻ ഓർ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്. അതായത് ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് സിറ്റുവേഷനാണ്. ഫസ്റ്റ് പറഞ്ഞാണ് ഡിസ്കണ്ടിന്യൂഷൻ ഓർ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് എന്ത് ചെയ്യാണ്? ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ബിസിനസ്. ആ ബിസിനസ്സിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ചേഞ്ച് ചെയ്യാണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിലുണ്ടെന്ന് ഞാനതൊരു പ്രൈവറ്റ് കമ്പനി ആക്കുകയാണ്, അല്ലെങ്കിൽ സോൾ ട്രേഡ് ഏക വ്യക്തി സ്ഥാപനം ആക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ സോൾ ട്രേഡ് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലാക്കുകയാണ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ഞാനൊരു പ്രൈവറ്റ് കമ്പനി ആക്കണം. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ദ ടാക്സബിൾ പേഴ്സൺ ഈസ് നോ ലോങ്ങർ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22 or section 24 or intend to opt out of the registration voluntarily made under subsection 3 of section 25. അതായത് നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ലിമിറ്റ് 40 ലക്ഷത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിനോ 20 ലക്ഷത്തിനോ കൂടുമ്പോഴാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആ ഒരു സപ്ലയർ. ഓക്കെ, അപ്പോൾ ആ തുടങ്ങിയ അവസരത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? 40 ലക്ഷവും 20 ലക്ഷത്തിലും 10 ലക്ഷത്തിലൊക്കെ കൂടുതലായിരുന്നു എന്തെന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ കുറഞ്ഞു. 40 ലക്ഷത്തിലും 10 ലക്ഷത്തിലും 20 ലക്ഷത്തിലൊക്കെ കുറഞ്ഞാൽ പിന്നെ അതിന് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ, അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ദ ടാക്സബിൾ പേഴ്സൺ ഈസ് നോ ലോങ്ങർ ലയബിൾ ടു രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22 or subsection 24. ഓക്കെ, ഇത് ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ ലീഗൽ ഹയേഴ്സ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ മരിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ മരിച്ചതുകൊണ്ടായിരിക്കും എൻ്റെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക? ആ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൽ പിന്നെ ലീഗൽ ഹയേഴ്സ് ചെയ്യുമ്പോൾ അതിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അതല്ല, ഇനി പ്രോപ്പർ ഓഫീസറാണ് ആ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
ഇൻ കേസ് ഓഫ് എനി കോൺട്രവെൻഷൻ ഓഫ് GST ആക്ട് ഓർ എനി റൂൾസ് ഓർ മെയ്ഡ് ബൈ ദർ അണ്ടർ. അതായത് GSTൻ്റെ ഏതെങ്കിലും ആക്ടോ റൂൾസോ എന്തെങ്കിലും പ്രിവെൻറ്റ് ചെയ്താൽ. ഓക്കെ. അതുപോലെ തന്നെ ഫെയിലിയർ ടു കമൻസ് ബിസിനസ് വിത്തിൻ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് GST രജിസ്ട്രേഷൻ ബൈ എ പേഴ്സൺ ഹു ഹാസ് ഒബ്റ്റൈൻഡ് വോളണ്ടറി രജിസ്ട്രേഷൻ. അതായത് 6 മാസം ആയി അദ്ദേഹം രജിസ്ട്രേഷൻ ചെയ്തിട്ട്, എന്നിട്ടും അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ബൈ മീൻസ് ഫ്രോഡ്, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓർ സുപ്രഷൻ ഓഫ് ആക്ട്. അതായത് ഏതെങ്കിലും ഫ്രോഡായിട്ടോ അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വഴിയൊക്കെയാണ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്യാൻസൽ ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പോയിൻറ്റ്സാണ് ക്യാൻസലേഷനോ സസ്പെൻഷനോ രജിസ്ട്രേഷൻ്റെ കേസിൽ പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അതായത് നമ്മുടെ ആ ഒരു പ്രോപ്പർ ഓഫീസർ ഉണ്ടല്ലോ, അയാൾ തീരുമാനിച്ചു എന്ത്? ഈ രജിസ്ട്രേഷൻ നമുക്കങ്ങ് ക്യാൻസൽ ചെയ്യാം, ഈ ഒരു രജിസ്റ്റേർഡ് പേഴ്സണിൻ്റെ ഈ രജിസ്ട്രേഷൻ അങ്ങ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ രജിസ്റ്റേർഡ് പേഴ്സൺ നോട്ടീസ് അയച്ചിട്ട് അത് അറിയിക്കുകയൊക്കെ വേണം. അപ്പോൾ അങ്ങനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഈ രജിസ്റ്റേർഡ് പേഴ്സണ് ക്യാൻസൽ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ രജിസ്ട്രാർക്ക് ആ ഒരു ഓഫീസർക്ക് ഒരു റിക്വസ്റ്റ്, ഒരു ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. അതാണ് എന്ത് പറയുന്നത്? റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ത് ചെയ്യണം? റിവോക്ക് ചെയ്യണം. ഓക്കെ. Any registered person whose registration is cancelled by the proper officer on his own motion may apply to such officer for revocation of cancellation of the registration in such a manner. Within such time and subject to such a condition and registration may be prescribed. Restriction may be prescribed. The proper officer may in such a manner and within such a period as may be prescribed by order either revoke cancellation of the registration or reject the application. അതായത് അങ്ങനെ റിവോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സൺ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ത് ചെയ്യും? റിവോക്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്? റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. മീനിങ് ഓർത്ത് വയ്ക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ PDF ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അതായിരിക്കും ഇനിയിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും ആ PDF നിങ്ങളൊന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പലരുടെയും കയ്യിലുണ്ടായിരിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ടെക്സ്റ്റിൽ അങ്ങ് വിരകി വെച്ചേക്കാം. അത് ഞാനൊരു 5 points ആക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് ഞാനത് വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്